വീഡിയോസ്. ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായി ഞാൻ ഒരു 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇത് റോസ്മെല്ലൊക്കെ മാറി നന്നായി കുക്കായി വരുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു 3 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ അല്പം വേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നേരത്തെ കുഴച്ചെടുത്ത മാവ് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയുടെ പാനിൻ്റെ അളവിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിതൊരു പാനിലോട്ട് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഓരോ പത്തിരിയും എടുത്ത് ഇതുപോലെ എഗ്ഗ് മിക്സിൽ മുക്കിയ ശേഷം പാനിലേക്ക് വെക്കുക. ശേഷം നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് എടുത്ത് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലെയറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ചട്ടിപ്പത്തിരിയുടെ ടേസ്റ്റും കൂടും. ഞാനിവിടെ ഒരു 4 ലെയർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്.
അതുപോലെ ചിക്കൻ്റെ ഫില്ലിങ്സ് കുറച്ചുകൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ടേസ്റ്റി ആയി കിട്ടും. ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം ബാക്കി വരുന്ന എഗ് മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഈ പാന് ഗ്യാസിന് മുകളിൽ വെച്ച് ലോ സിമ്മിലിട്ട ശേഷം ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊന്ന് ഒരു പാൻ വെച്ച് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം കൂടി നന്നായി കുക്കായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.